സാഹിത്യ അക്കാദമിയുടെ സാഹിത്യോത്സവത്തിലെ യാത്രാപ്പടി വിവാദത്തിൽ വീണ്ടും പ്രതികരണവുമായി അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദൻ. സാഹിത്യോത്സവത്തിലെ കുറവുകളെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. കുറവുകളെ വിലയിരുത്താൻ യോഗം ചേരുന്നുണ്ട്. സാഹിത്യോത്സവം നടത്താനുള്ള മൂലധനം കുറവായിരുന്നുവെന്നും കെ സച്ചിദാനന്ദൻ ഫേസ്ബുക്കിൽ കുറിച്ചു. അജീഷ് ജയകുമാർ തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അജീഷ്, ഈ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഉള്ളടക്കം എന്താണ്? രഞ്ജിത്ത്, ഈ സാഹിത്യ ഉത്സവത്തിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് തുടങ്ങി വച്ച ഒരു വിവാദമായിരുന്നു കഴിഞ്ഞ 2 ദിവസമായി കേരളം ചർച്ച ചെയ്തിരുന്നത്. അതായത് കരുണ എന്ന കവിതയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സെഷനിൽ 2 മണിക്കൂർ സംസാരിക്കാൻ വേണ്ടിയാണ് കവി ബാലചന്ദ്രനെ സാഹിത്യ ഉത്സവത്തിലേക്ക് ക്ഷണിച്ചത്. എന്നാൽ തനിക്ക് 2400 രൂപ വിലയിട്ട് സാഹിത്യ അക്കാദമി അപമാനിച്ചുവെന്ന ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ കുറിപ്പോടെയാണ് ഈ വിഷയം കൂടുതൽ ചർച്ചയായത്. കഴിഞ്ഞ ദിവസം ശ്രീകുമാരൻ തമ്പി അടക്കമുള്ള പ്രമുഖരായ സാഹിത്യകാരന്മാർ സാഹിത്യ അക്കാദമിക്കെതിരെ രംഗത്തെത്തിയതോടെ വിവാദം കൊഴുക്കുകയായിരുന്നു. എന്നാൽ ഈ പ്രതികരണങ്ങൾക്കൊക്കെ ശേഷം ഇപ്പൊ ഏറ്റവും ഒടുവിലായി സാഹിത്യ അക്കാദമി അധ്യക്ഷൻ ഇപ്പോൾ വീണ്ടും ഒരു പ്രതികരണം നടത്തിയിരിക്കുക. അതായത് കുറവുകളെ കുറിച്ച് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. കുറവുകളെ വിലയിരുത്താൻ നാളെ യോഗം ചേരുന്നുണ്ട്. 500-ലേറെ സാഹിത്യകാരന്മാരെ വിളിച്ചുകൂട്ടിയാണ് 100-ലേറെ സെഷനുകൾ തങ്ങൾ നടത്തുന്നത്. ഈ 7 ദിവസമായിട്ട് ഈ JLF, കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ തുടങ്ങി ഇന്ത്യയിലെ മറ്റ് ഫെസ്റ്റിവലും എഴുത്തുകാർക്ക് ഒരു പ്രതിഫലവും നൽകുന്നില്ല. അവർക്കൊക്കെ നൽകുന്നത് ഈ TA മാത്രമാണ്, ട്രാവൽ അലവൻസ് മാത്രമാണ്. ചിലവ് ചുരുക്കിയാലും പ്രതീകാത്മകമായി എന്തെങ്കിലും പങ്കാളികൾക്ക് നൽകാനായിരുന്നു കമ്മിറ്റിയുടെ ശ്രമമെന്നുമാണ് കെ സച്ചിദാനന്ദൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിക്കുന്നത്. യാത്രാപ്പഴിയിൽ ഓഫീസ് തലത്തിൽ ഉണ്ടായ ചില പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുണ്ടെന്നും കെ സച്ചിദാനന്ദൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. ശരി, അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശ്ശൂരിൽ നിന്ന്.